അങ്ങനെ ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങി രാമേശ്വരത്തിലേക്ക്. ഇപ്പോൾ സമയം 2 മണി. ഇനി പാമ്പൻ പാലവും ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നേരെ രാമേശ്വരം. അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 3:30 മണിയാവും. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം മധുരൈ പുനലൂർ എക്സ്പ്രസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 8:30 അവിടെ നിന്ന് എടുത്താൽ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ മധുരയിലെത്തും. പിന്നെ മധുരയിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് തൊഴുത് മീനാക്ഷിപുരം അമ്പലത്തിലും പോയി നമുക്ക് നേരെ ഉച്ചക്കുള്ള ട്രെയിനിൽ തിരിച്ച് നമുക്ക് രാമേശ്വരം പോകാനും പറ്റും. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും പാമ്പൻ പാലം എത്തി കേട്ടോ. പാമ്പൻ പാലം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് രാമേശ്വരം. പാമ്പൻ പാലത്തെക്കുറിച്ച് പറയുമ്പം ഒരുപാടുണ്ട് കഥകൾ. പണ്ടൊരു ചുഴലിക്കാറ്റ് വന്നപ്പം ഈ നാടും നഗരമൊക്കെ ഒറ്റപ്പെട്ടു പോയതാണ്. ആ കഥ എന്താണെന്നുള്ളത് ഞാൻ ധനുഷ്കോടി എത്തിയിട്ട് പറയാം. ധനുഷ്കോടിയിലെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ട്രെയിൻ നേരെ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ രാമേശ്വരം എത്തിയിരിക്കുന്നു. എനിക്കിനി ഇവിടെ നിന്നും അടുത്ത റൂം നോക്കണം. റൂമിലൊന്ന് താമസിച്ച് നെക്സ്റ്റ് ദിവസം, അതായത് നെക്സ്റ്റ് ഡേ അമ്പലത്തിൽ തൊഴുത്, രാമേശ്വരം അമ്പലത്തിൽ തൊഴുത് നേരെ ധനുഷ്കോടി പോകേണ്ടതുണ്ട്. രാമേശ്വരത്താട്ടോ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മസ്ഥലവും. നമുക്കതൊക്കെ ഒന്ന് കാണാം. എങ്ങനെയാണ് നോക്കാം, സമയം നോക്കിയിട്ട് നമുക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാമേശ്വരം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ രാമേശ്വരം കോവിലിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊന്നായ രാമേശ്വരം അമ്പലത്തിലോട്ട് നമുക്കൊന്ന് പോവാം. അവിടുത്തെ സവിശേഷതകൾ ഒരുപാടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ഇതാണ് ഞാൻ ഇന്നലെ എടുത്ത റൂം. ഇന്നലെ ഒരു 5:30 മണിയായപ്പോൾ മധുരയിൽ നിന്ന് ഞാൻ കയറിയതാണ്. അല്ല, 1:40 മധുരയിൽ നിന്ന് കയറി 5:30 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് രാമേശ്വരം കോവിലിൽ പോയതിന് ശേഷം നേരെ ധനുഷ്കോടി. നമ്മളിപ്പം രാമേശ്വരം അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ടോ. ദൂരെ കാണുന്നതാണ് രാമേശ്വരം അമ്പലത്തിൻ്റെ നട. ഇത് തെക്കേ നടയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ അമ്പലത്തിൽ, ആദ്യമായിട്ട് പോവുകയാണ്. പക്ഷെ കുറച്ച് ലേറ്റായി പോയി. സത്യം പറഞ്ഞാൽ ഒരു 4-5 മണിയാകുമ്പോൾ പോകാനായിരുന്നു പ്ലാൻ. മൊബൈലിൽ അലാറം കേട്ടു. പക്ഷെ ഞാൻ നല്ല ക്ഷീണമായതുകൊണ്ട് നല്ല മയക്കത്തിലായിപ്പോയി. ദൂരെ കാണുന്നതാണ് അമ്പലം. നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം. 4 നടയായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് അകത്തേണ്ട് കയറേണ്ടത്. ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം കടലിൽ മുങ്ങി കുളിക്കണം. കടലിൽ മുങ്ങി കുളിച്ചിട്ട് വേണം അകത്തോട്ട് കയറാനും. പിന്നെ അവിടെ നിന്ന് 26 വെള്ളം സ്നാനം ചെയ്തൊക്കെ കുളിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നു. വലിയ തിരക്കില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്താണ് അതിനകത്ത് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. കണ്ടില്ലേ, ഇതാണ് ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വരം ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല. ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ഒക്കെ ലങ്കാദഹനം സംബന്ധിച്ചൊക്കെ ഉള്ള ഒരുപാട് സ്റ്റോറീസൊക്കെ ഉണ്ട്. എന്താല്ലേ ഐശ്വര്യം. എത്ര വർഷം പഴക്കമുള്ള അമ്പലമാണെന്ന് നോക്കണേ. എന്ത് പൂച്ച അമ്പലല്ലേ. ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് കടലാണ് വരുന്നത്. ഈ ബലിതർപ്പണം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ്, ഇന്ത്യയിലുള്ള സകല സ്ഥലങ്ങളിൽ നിന്നും ആള് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇച്ചിരി തിരക്കുള്ളതായിട്ടാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ രാമേശ്വരം ക്ഷേത്രം. അത്യാവശ്യം ആളുണ്ട്, കുഴപ്പമില്ല. ഇനി അകത്തെന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. അകത്ത് കയറുമ്പോൾ അറിയാൻ ബാക്കി എന്താണെന്നുള്ളത്. ഇത് എങ്ങനെയാണ്, ഏത് വഴിയാണ് കയറുന്നത് വെച്ചാൽ എന്തായാലും നമുക്ക് ആദ്യം കടലിൽ കാണാം. കടലിൽ പോയി ആദ്യം നമ്മൾ സ്നാനം ചെയ്യണം. കടലിൽ വന്ന് കുളിച്ചിട്ട് അകത്ത് കയറുന്നതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സൈക്കിൾ റിക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിൾ റിക്ഷ നമ്മുടെ നാട്ടിലൊന്നും കാണേണ്ടി വരത്തില്ല. പണ്ടത്തെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, സൈക്കിൾ റിക്ഷ. അതിന് നമുക്ക് വേണമെങ്കിൽ യാത്രയും ചെയ്യാം. പിന്നെ വഴിയിൽ ബാഗ്, ചെറിയ ചെറിയ കച്ചവടക്കാരെയും കാണാം. മാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്, കച്ചവട കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് കൂട്ടത്തിൽ. പക്ഷെ ഒരു കുറ്റം ക്ഷേത്രം കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്, ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ അമ്പലം കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ വഴിയോരങ്ങളിൽ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
ഹോട്ടലുകളുണ്ട്. അപ്പൊ ഞാൻ നേരെ പോകുന്നതാണ്. നേരെ പോകുമ്പോൾ കടലാണ് വരുന്നത്. നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് മുങ്ങി കുളിക്കണം. നമ്മൾ ചെയ്ത ഇഹലോക പാവങ്ങളെല്ലാം ഈ ഒരു കടലിൽ മുങ്ങി കുളിക്കുമ്പോഴും പിന്നെ ഇതിനകത്ത് 26 തവണ നമ്മുടെ ചെറിയ തൊട്ടിയിൽ നമ്മുടെ തലയിൽ വെള്ളം ഒഴിച്ചത്. ആ 26 തവണ അതൊരു സ്നാനമാണ്. അത് ചെയ്യുന്നതോടുകൂടി നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം തീരുമെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് അഗ്നിതീർത്ഥം. നമ്മൾ എവിടെയാണ് ഈ ഒരു അഗ്നിതീർത്ഥത്തിലാണ് ഏകദേശം വരുന്നത്. ഈ സ്നാനം ചെയ്യുന്നത്, ബലിതർപ്പണമൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ മുങ്ങി കുളിക്കുമ്പോഴാണ് നമ്മൾ പാപമോക്ഷത്തിൽ നിന്നും മുക്തി നേടുക എന്നൊക്കെ പറയാം. ഒത്തിരി സ്വാമിമാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. നമ്മളൊക്കെ സ്വാമിമാരൊക്കെ ഉണ്ട്. പിന്നെ മത്സ്യബന്ധന ബോട്ടുകളും കടലിലിങ്ങനെ നിൽക്കുന്നു. മത്സ്യബന്ധന ബോട്ടുമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ രാമേശ്വരത്തെ ഇത് പേര് എന്നാ? അഗ്നിതീർത്ഥം. ഇവിടെ വന്ന് സ്നാനം ചെയ്തതിന് ശേഷമാണ് എല്ലാവരും അമ്പലത്തിലോട്ട് പോകുന്നത്. പിന്നെ അമ്പലത്തിനകത്ത് ഒരു ഇതില്ലേ അണ്ണാ, നമ്മളെ അമ്പലത്തിനകത്ത് ഒരു 26 വെള്ളം സ്നാനം ചെയ്യുന്നത്, അതിനെ പറ്റി ഒന്ന് പറയാം. അതിന്റെ പേരെന്തോ? 26 തവണ 22 വെള്ളം അല്ലേ? ഓ, ഇവിടെ നിന്നാണ് പോവേണ്ടതല്ലേ? അത് പൈസ എത്രയാവും അടയ്ക്കുന്നതിന്? ഓക്കെ. ഈ ചേട്ടൻ ഇവിടുത്തെ നാട്ടുകാരനാണ്. ചേട്ടൻ രാമേശ്വരംകാരനാണ്. എൻ്റെ ലക്ഷ്യം ഇനിയൊന്ന് കുളിക്കണം. ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് മൊബൈൽ വയ്ക്കാനും കവറൊന്ന് കൊടുക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് വന്നത്. സോളോ ട്രിപ്പായിട്ടാണ് വന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ, ട്രാവലിംഗ് തന്നെ ഒറ്റയ്ക്ക് നടന്നു. ഇവിടെ നല്ല പൂരിയൊക്കെ ചുടുന്നുണ്ട് ചേട്ടൻ. ഈ ഒരു സൈഡ് കണ്ടോ? ഈ ഒരു സൈഡിലാണ് ഈ ബലിതർപ്പണത്തിനുള്ളവരൊക്കെ വരുന്നത്. ഇവിടെ ഒരുപാട് സ്വാമിമാർ ഇരിപ്പുണ്ട്. നമ്മളെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറയാം. അപ്പം അവരത് അറിഞ്ഞ് കണ്ടെല്ലാം ചെയ്തു തരും. ബലിതർപ്പണം കാര്യങ്ങൾ ഓരോരുത്തർ ബലിതർപ്പണമൊക്കെ ഇടുന്നുണ്ടോ? ഇതാണ് പത്മതീർത്ഥം. ഇതാണ് അഗ്നിതീർത്ഥം. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. ഒരുപാട് ബോട്ടും മത്സ്യബന്ധന ബോട്ടൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഒന്ന് ഞാൻ ഒന്ന് കുളിക്കാൻ പോവാണ് ഗേസ്. ബാഗും കവറൊക്കെ അവിടെ വച്ചിരിക്കുകയാണ്. ആരെങ്കിലും കൊണ്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. നല്ല തണുപ്പാട്ടോ. ഇവിടെ അത്ര പ്രത്യേക കേസ് തിരയില്ല കേട്ടോ. തിര വളരെ കുറവാണ്. തിരയെന്ന് പറഞ്ഞ സാധനമല്ല കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഒടുക്കത്തെ തണുപ്പാ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറുകയാണ്. ഭാഗ്യം കവറിനുള്ളിലെ മൊബൈലൊക്കെ അവിടെ തന്നെ ഉണ്ട്. കുളിക്കുന്ന ആ സമയം വരെയും എൻ്റെ കണ്ണ് നേരെ ആ ഇരിക്കുന്ന കവറിലോട്ടായിരുന്നു. ഒന്നും ആരും എടുത്തോണ്ട് പോയിട്ടില്ല. ഇനി നേരെ അമ്പലത്തിലോട്ട് കയറാം. ഇനി അമ്പലത്തിൽ തൊഴുതിട്ട് വേണം എനിക്ക് ധനുഷ്കുടി പിടിക്കാൻ. ദർശനം കണ്ടു ഗൈസ്. ഇതാണ് അമ്പലത്തിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ. എന്ത് രസമായിട്ടാണല്ലേ അന്നത്തെ കാലത്ത് ഇത്രയും പണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഞാൻ ദർശനം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയാണ്. എനിക്ക് അകത്തെ വിഷ്വൽസ് കുറച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും നല്ലോണം ദർശനം കാണാൻ പറ്റി. എന്തായാലും മനസ്സെല്ലാം ഒരു സംതൃപ്തിയുണ്ട്. നല്ല രീതിയിൽ എനിക്ക് കാണാൻ പറ്റി. എത്ര ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ധനുഷ്കുടിയാണ്. അതിനുള്ള എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ആഹാരം ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല.
ഇനിയിപ്പോൾ ഒന്ന് ആഹാരം കഴിക്കണം ഗൈസ്. ചെരുപ്പ് വേറൊരു സ്ഥലത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അതൊരു ഫ്രീ സർവീസ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നോക്കണം ചെരുപ്പ് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ ചെരുപ്പ് എടുത്തിട്ട് നേരെ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും. ഒക്കെ കിട്ടി. നേരെ ഒരു മസാല ദോശ കഴിക്കാനുള്ള പരിപാടിയില്ല. അപ്പം ഞാൻ ഒരു മസാല ദോശ കഴിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ എല്ലായിടത്തും ചെറിയ കടയും വലിയ കടയും ഒന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ് വില ഏകദേശം. ഒരു മസാല ദോശ ഇവിടെ 60 രൂപ, എന്നാൽ മധുരയിൽ നോക്കിയപ്പോൾ 70 രൂപയായിരുന്നു. 10 രൂപ കുറവ് ഇവിടെ വ്യത്യാസം. ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരട്ടെ. നല്ല വിശപ്പായി. ഇനി റൂമിൽ പോകണം, ഒന്ന് ഫ്രഷ് ആവണം, നേരെ ധനുഷ്കോടി. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് പയ്യെ ഇങ്ങനെ ഇറങ്ങി ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടാണ്. ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. ചുറ്റിനും ഓരോ കച്ചവടക്കാരാണ്. മാല, അമ്പലത്തിലേക്ക് വേണ്ട പൂജാ സാധനങ്ങൾ, അങ്ങനെ ഒത്തിരി ഉണ്ട്. മുകളിൽ ഇങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നൊരു ടാപ്പയാണത്, ഷീറ്റാണ്. പക്ഷേ ഷീറ്റെല്ലാം കീറിപ്പറഞ്ഞിരിക്കുകയാണ്.